നമസ്കാരം. ഡൽഹി ക്യാപിറ്റൽസുമായുള്ള IPL പോരാട്ടത്തിൽ രാജസ്ഥാൻ റോയൽസ് തോൽവി ഏറ്റുവാങ്ങിയ ശേഷം തേർഡ് അമ്പയർ പ്രതിക്കൂട്ടിലായിരിക്കുകയാണ് എന്ന് പറയണം. ഇന്നലത്തെ സംഭവം ഇപ്പോൾ എല്ലാവരും ചർച്ച ചെയ്യുകയാണ്. അമ്പയറാണ് ഇവർ കളി തോൽക്കാനുള്ള പ്രധാന കാരണമായി പറയുന്നത്. കളിയിലെ ടേണിംഗ് പോയിന്റായി മാറിയത് തന്നെ ഈ ഒരു അമ്പയറിന്റെ നിർണായകമായ നീക്കമാണെന്നാണ് പറയുന്നത്. റോയൽസ് നായകൻ അതായത് സഞ്ജു സാംസണിന്റെ വിവാദ പുറത്താവലാണ് ഇതിന് പിന്നാലെയുള്ള കാരണം. തേർഡ് അമ്പയർ അത് ക്യാച്ച് നൽകിയില്ലായിരുന്നുവെങ്കിൽ സഞ്ജു സെഞ്ചുറിയും റോയൽസ് കളിയിൽ ജയിക്കുമായിരുന്നു എന്നാണ് ഇവർ പറയുന്ന ഒരു പ്രധാന വാദം. എല്ലാവരും ചൂണ്ടിക്കാണിക്കുന്നതും ഇതേ വിഷയം തന്നെയാണ്. 46 ബോളിൽ 86 റൺസ് എടുത്താണ് അദ്ദേഹം ഈ ക്രീസിൽ നിന്ന് മടങ്ങിയത്. 8 4-ഉം 6 6-ഉം ഇന്നിംഗ്സിൽ ഉണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ റോയൽസിന്റെ പരാജയത്തിന് കാരണം അമ്പയറുടെ മോശം തീരുമാനം മാത്രമാണോ എന്നാണ് ഇപ്പോഴുള്ള സംശയം. ആദ്യം എല്ലാവരും ഒരേ അഭിപ്രായമായിരുന്നു ഇതിനെക്കുറിച്ച് പറഞ്ഞത്, സഞ്ജുവിന്റെ ഭാഗത്ത് തെറ്റില്ലാത്തതുപോലെ. എന്നാൽ അമ്പയറുടെ മോശം തീരുമാനം മാത്രമാണോ റോയൽസിന്റെ പരാജയം എന്നത് വീണ്ടും ചോദിക്കേണ്ട കാര്യമാണെന്നും അല്ലെന്ന് തന്നെ പറയേണ്ടി വരുമെന്നാണ് പറയുന്നത്. ക്യാപ്റ്റൻ എന്ന നിലയിൽ സഞ്ജുവിന്റെ ഭാഗത്തു നിന്നും സംഭവിച്ച ചില പിഴവുകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പലരും രംഗത്തെത്തുന്നത്. ഈ പിഴവുകളാണ് പ്രധാനമായി രാജസ്ഥാൻ റോയൽസിന്റെ തോൽവിക്ക് വഴിയൊരുക്കിയത് എന്നാണ് പറയുന്നത്. അദ്ദേഹം ഈ തെറ്റുകൾ ഒഴിവാക്കിയിരുന്നുവെങ്കിൽ ഒരുപക്ഷെ റോയൽസ് വിജയം കൊയ്തേനെ എന്ന് പറയുന്നവരുമുണ്ട്. ഈ മത്സരത്തിന് സഞ്ജു കാണിച്ച ഏറ്റവും വലിയ അബദ്ധം ടോസ് ലഭിച്ചിട്ടും ബൗളിംഗ് തിരഞ്ഞെടുത്തു എന്നതാണ്. ആദ്യം ബാറ്റ് ചെയ്യുന്ന ടീമിന് 230-240 റൺസ് വരെയെങ്കിലും നേടാൻ സാധിക്കുമെന്ന് പിച്ച് ക്യൂറേറ്റർ ടോസിന് മുമ്പ് തന്നെ വിലയിരുത്തിയിരുന്നു. എന്നിട്ടും സഞ്ജു ടോസ് നേടിയ ഉടനെ തന്നെ ബോളിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു. ടോസ് ലഭിക്കുന്ന ക്യാപ്റ്റൻ ബാറ്റിംഗ് തിരഞ്ഞെടുക്കുകയാകും ഉചിതമെന്ന് ഇവർ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരുന്നു. എന്നിട്ടും സഞ്ജു ഇവരുടെ വാക്ക് കേൾക്കാതെയാണ് ബോളിംഗ് തിരഞ്ഞെടുത്തത്. ആദ്യം ബാറ്റ് ചെയ്യുന്ന ടീം 200+ റൺസ് സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായും ചേസിംഗ് ടീമിന് സമ്മർദ്ദമുണ്ടാകും. എത്ര മികച്ച ബാറ്റിംഗ് ലൈനപ്പ് ഉണ്ടായാൽ പോലും റൺ ചേസിൽ ഏത് ടീമും ഒന്ന് വിയർക്കുകയും ചെയ്യും. 200-ന് മുകളിൽ സ്കോർ എത്തിക്കഴിഞ്ഞാൽ അത് എല്ലാവരും സംബന്ധിച്ചൊരു വലിയ റൺ ചേസ് തന്നെയാണ്. ഇവയെല്ലാം അറിയാമായിരുന്നിട്ടും സഞ്ജു സ്വയം ടീമിനെ അപകടത്തിലേക്ക് കൊണ്ടെത്തിക്കുകയായിരുന്നുവെന്നും അദ്ദേഹത്തിന് അനായാസേന കഴിയുമെന്ന് പ്രതീക്ഷിച്ചപ്പോൾ അതവിടെ താളം തെറ്റുകയായിരുന്നുവെന്നാണ് പറയുന്നത്. ടോസിന് ശേഷം അദ്ദേഹം ബാറ്റിംഗ് എടുത്തിരുന്നുവെങ്കിൽ റോയൽസിന് തീർച്ചയായും 200+ സ്കോർ ചെയ്യാൻ പറ്റുമായിരുന്നു എന്നാണ് പറയുന്നത്. അതിനെ പ്രതിരോധിച്ച് ജയിക്കാൻ സാധിക്കുമായിരുന്നുവെന്നും പറയുന്നു. ഇവിടെയാണ് DC-യോട് ബാറ്റ് ചെയ്യാൻ ആവശ്യപ്പെട്ട് സഞ്ജു മണ്ടത്തരം കാണിച്ചതെന്നും ചൂണ്ടിക്കാണിക്കുന്നു. DC 8 വിക്കറ്റിന് 221 റൺസ് എടുത്തപ്പോൾ തന്നെ റോയൽസിന്റെ വിജയ പ്രതീക്ഷകൾക്ക് മങ്ങലേൽക്കുകയും ചെയ്തിരുന്നു. ഇവിടം തൊട്ടാണ് എല്ലാം ചെയ്ത തെറ്റായി മാറിയത്. അതിനുശേഷം സഞ്ജു കാണിച്ച രണ്ടാമത്തെ അബദ്ധം എന്ന് പറയുന്നത് വെറ്ററൻ സ്പിന്നർ അശ്വിനെ ശരിയായ രീതിയിൽ ഉപയോഗിച്ചിട്ടില്ല എന്നതാണ്. റോയൽസ് ബൗളിംഗ് നിരയിൽ ഏറ്റവും മികച്ചു നിന്നത് അശ്വിനായിരുന്നു. 4 ഓവറിൽ 6 എക്കോണമി റേറ്റിൽ 24 റൺസ് മാത്രം വിട്ടുകൊടുത്ത് 3 വിക്കറ്റുകളാണ് അദ്ദേഹം പിഴുതത്. DC 4 ഓവറിൽ വിക്കറ്റ് നഷ്ടമില്ലാതെ 59 റൺസ് എന്ന നിലയിൽ കുതിക്കവെയാണ് 5-ാം ഓവറിൽ അശ്വിനെ സഞ്ജു പരീക്ഷിച്ചത്. ഈ നീക്കം ഒരു മാസ്റ്റർ സ്ട്രോക്ക് തന്നെയായിരുന്നു. കാരണം രണ്ടാമത്തെ ബോളിംഗ് തന്നെ അപകടകാരിയായ ജേക്ക് ഫ്രേസറിനെ പുറത്താക്കിയ അശ്വിൻ ടീമിന് നിർണായക ബ്രേക്ക് ത്രൂ ആണ് നൽകിയത്. ഈ ഓവറിൽ 9 റൺസാണ് അദ്ദേഹം വിട്ടുകൊടുത്തത്. പക്ഷേ ഈ ഓവറിന് ശേഷം അശ്വിൻ അടുത്ത ഓവർ നൽകാതെ സഞ്ജു മാറ്റി നിർത്തി എന്നതാണ് ക്യാപ്റ്റൻ എന്ന നിലയിൽ വരുത്തിയ രണ്ടാമത്തെ അബദ്ധം. ഇടംകയ്യന്മാരായ അഭിഷേക് പെറേലും അക്ഷർ പട്ടേലുമാണ് DC-ക്കായി ക്രീസിലുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അവർക്കെതിരെ നല്ല ഇമ്പാക്ട് ഉണ്ടാക്കാൻ ഓഫ് സ്പിന്നറായ അശ്വിനെ സാധിക്കുമായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് തുടരെ 2-ാം ഓവർ നൽകാൻ സഞ്ജു തയ്യാറാകാതെ പകരം 7-ാം ഓവർ അനുഭവ സമ്പത്ത് കുറഞ്ഞ റിയാൻ പരാഗിന് നൽകുകയായിരുന്നു. അതിനുശേഷം യുസ്വേന്ദ്ര ചഹാലിന് പരീക്ഷിക്കപ്പെട്ടു. 14 റൺസും ഈ ഓവറിൽ DC സ്കോർ ചെയ്തു. പരാഗിന് 1 ഓവർ കൂടി നൽകിയ ശേഷമാണ് 10-ാം ഓവറിൽ അശ്വിനെ സഞ്ജു തിരികെ വിളിച്ചത്. അപ്പോഴേക്കും DC സ്കോർ 109-ലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നീട് പ്രതീക്ഷിക്കാവുന്നത് പോലെ തന്നെ ഇവർ കളി ജയിച്ച് മടങ്ങുകയായിരുന്നു. സഞ്ജുവിന്റെ അബദ്ധങ്ങൾ ഓരോന്നോരോന്നായി എണ്ണി പറയുകയാണ് ഇവിടെ ഓരോരുത്തരും.